നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട സംഭവമില്ലേ, കേവലം ഞായറാഴ്ച വെട്ടാൻ വെച്ച ബീഫിൻ്റെ ഇറച്ചി കഷ്ണം അല്ല കേട്ടാ. ഒരു ഡോഗിൻ്റെ മേലെ നിന്ന് സർജറി ചെയ്തെടുത്ത ട്യൂമറാണ് നിങ്ങൾ ഈ കണ്ടത്. 4 കിലോയാണ്, 4 കിലോ ആ ട്യൂമറിൻ്റെ വെയിറ്റ്. നമ്മൾ ഇത് റെസ്ക്യൂ ചെയ്യാൻ ഇതിനെ ആ നാട്ടുകാർ കണ്ടിട്ട് റെസ്ക്യൂവേഴ്സിനെ വിളിച്ചു. അവർ റെസ്പോണ്ട് ചെയ്തില്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് കൺസൾട്ട് ചെയ്യാൻ വന്ന ഗവൺമെൻറ് ഡോക്ടറോടാണ്. ഒരു 5 വർഷമായിട്ട് ആ ഡോഗ് അവിടെ ഉണ്ട്. അവിടെ നാട്ടുകാരുടെ പെറ്റാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഗവൺമെൻറ് ഡോക്ടറെ അങ്ങോട്ട് വിളിച്ച് വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഡോക്ടർ പറയാ ആ ഡോഗ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് കുറച്ചും കൂടെ നല്ലത്. സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകുന്നു. നീയൊക്കെ എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് നീ ആ കസേരയിലിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല ചേട്ടാ. വല്ല ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പോലത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ മക്കളെ പോലെ കാണുന്ന ഈ നിങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളുന്ന തെരുവ് പട്ടികളെ മക്കളെ പോലെ കാണുന്ന ആൾക്കാർ വന്ന് നേരിൽ ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ നേരിട്ടിട്ടാണ് ഈ പ്രശ്നം ഡീൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജയിലിൽ പോയി എടുക്കൂട്ടാ. കാരണം ഇതുപോലുള്ള നമ്മൾ പല ഈ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട്. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താ പറയുക സ്ട്രേ ഡോഗ്സിനെ കൊണ്ടുപോകുമ്പോൾ അവരെ പുച്ഛം അയിത്തുള്ള പോലെയാണ് അവർക്ക്. ഇത് കുറേ പേർക്ക് അനുഭവമുണ്ട്. അനുഭവമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ നിങ്ങളൊരു അനുഭവം, ആൾക്കാരൊന്ന് മനസ്സിലാക്കട്ടെ. നമ്മളിപ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ആ കുഞ്ഞിനെ സർജറി ചെയ്തിട്ടുള്ള ഇതുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 കിലോയാണ് ആ കുഞ്ഞ് സൈഡിൽ താങ്ങി പോകണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ആ കുഞ്ഞ് ഇത്ര നാളെ എങ്ങനെ സർവൈവ് ചെയ്തു. കുഞ്ഞിപ്പോൾ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, ഹെൽത്ത് എല്ലാം ഓക്കെയാണ്. അതിനുശേഷം നമ്മൾ അന്ന് തന്നെ വേറൊരു കുഞ്ഞിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കണ്ണ് പോയിട്ടുള്ള ഒരു കുഞ്ഞിനെ. ആ കുഞ്ഞിൻ്റെയും സർജറി അന്ന് തന്നെ നമ്മൾ ചെയ്തു. ആ കുഞ്ഞും ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് വേറൊരു റെസ്ക്യൂ കോൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയിൽ നിന്ന് തന്നെ കാലറ്റു പോകാറായി. കാല് എന്തായാലും ആംബ്യൂട്ട് ചെയ്യണം. ഫുള്ള് പുഴുക്കൾ കൊണ്ടുപോയിന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ. ഒരാളും തിരിഞ്ഞു നോക്കാനില്ല, ഒരുത്തനും തിരിഞ്ഞു നോക്കാനില്ല. നമ്മൾ ആ കുഞ്ഞിനെയും നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ കുഞ്ഞിനെ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകും. ഇതൊരു റിക്വസ്റ്റും വീഡിയോയും കൂടിയാണ് കേട്ടോ. കഴിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. കാരണം നമുക്ക് ഇനിയും ഇതുപോലുള്ള റെസ്ക്യൂസും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ്. കഴിഞ്ഞ ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ഫുൾ ക്രെഡിറ്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കണേ, ആൾക്കാരിൽ നിന്ന് കടം മേടിച്ചിട്ട്. കാരണം നമുക്ക് താങ്ങുന്നില്ല, എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ അതുമില്ല. ഈ മക്കളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ തെരുവിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂപ്പരോട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ നിലവിൽ എല്ലാം എന്താ പറയുക ക്രെഡിറ്റിലാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ലാസ്റ്റ് ബില്ല് 7,000 നമ്മളവിടെ പേ ചെയ്തു. 7,900 സംതിങ് പേ ചെയ്തു അഡ്വാൻസ്. അതുപോലെ തന്നെ 2,000 മുന്നേ കുഞ്ഞിന് അഡ്മിഷന് വേണ്ടി എടുത്തു. ഇപ്പോൾ ഈ സർജറിയുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കാല് ആംബ്യൂട്ട് ചെയ്യാനുള്ള കുഞ്ഞിൻ്റെ എല്ലാം നമുക്കിപ്പോൾ നിലവിൽ ഫുൾ ക്രെഡിറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കൂടെ സഹായിക്കാൻ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. എല്ലാ വക സപ്പോർട്ടിനും പ്രാർത്ഥനകൾക്കും ഞാൻ എന്തെങ്കിലും സ്ക്രീനിൻ്റെ അവസാനം ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്.